നമുക്കിന്ന് കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിച്ചാലോ? എന്താ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം, ബിലീവ് ഇൻ അവർ സെൽഫ്, റൈറ്റ്? നമുക്ക് നമ്മളിലുള്ളൊരു വിശ്വാസം, അതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ സേ മോർ ലൈക്ക് നമ്മുടെ ഒരു ഡിസ്കംഫേർട്ടിനെ സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ ഓവർകം ചെയ്യുക, അതിനെയാണ് കുറച്ചും കൂടി എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് അറിയാം, അത് പറയാനുള്ള ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ നാലാളുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലെങ്കിലോ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, അവിടെയാണ് കോൺഫിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പറയാനായിട്ടുള്ളൊരു ധൈര്യമില്ല. നമുക്ക് കോൺഫിഡൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സർവൈവ് ദ ഡിസ്കംഫർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ അതിനെ ഓവർകം ചെയ്യുക, അതിനെ സർവൈവ് ചെയ്യുക, അതിലാണ് കൂടുതൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സിറ്റുവേഷൻ, ഐ ആസ്ക്ഡ് എ പേഴ്സൺ ടു കം ഫോർവേഡ് ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കുറച്ച് പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു. ആൻഡ് ഹി സെഡ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡേ ഹിയർ. ഇതെൻ്റെ ആദ്യത്തെ ദിവസമാണ്, എനിക്ക് ഈ ഗ്രൂപ്പിനെ കംഫർട്ടബിൾ ഇല്ല, ഒട്ടും എനിക്കറിയില്ല ഇവരെ, ഞാൻ എങ്ങനെ ഇവരുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കും. ഇഫ് ഹി തിങ്സ് ലൈക്ക് ദാറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്, ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് കോൺഫിഡൻറ്റ് ഇൻ ഹിസ് ലൈഫ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നതാണ്. കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഒരാളും ഇതുവരെ കോൺഫിഡൻ്റ് ആയിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾ ധൈര്യപൂർവ്വം ചെയ്തിട്ടുള്ളതൊക്കെ എപ്പോഴാണ് നമ്മൾ എന്താ പറയുക, ചില സിറ്റുവേഷൻസിൽ നിവർത്തി കേടുകൊണ്ട് വെൻ വി റൺ ഔട്ട് ഓഫ് ഓപ്ഷൻസ് അത് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നൊന്ന് സംസാരിക്കാൻ. അപ്പോൾ അവൻ പറയും, ഞാനിത് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡേ, എനിക്കിവർ ആരും അറിയില്ല, ഇനി ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാൻ. ഡു യു തിങ്ക് ദാറ്റ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ഡു ദിസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്? ഇനി നാളെ വേറൊരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഈവൻ ടോക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ്, ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു വർക്ക് പ്ലേസിൽ പോയിട്ട് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രാവശ്യം തന്നെ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഹി വിൽ ബി എ ഫെയിലിയർ. സി, നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സോൺസിനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് ഹി ഡു ദാറ്റ്, ആ ഒരു നിമിഷം അവൻ ആ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചെങ്കിൽ ഈ ലൈഫിൽ എവിടെ ചെന്നാലും, ഏത് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്നാലും അവനത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും. നമുക്ക് കോൺഫിഡൻസിനെ യൂഷ്വലി കണക്ട് ചെയ്യുക പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടാണ്. ആരെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി അവർക്ക് സാധിക്കില്ല എന്ന് പറയുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, സ്റ്റേജ് ഫിയർ. 2, സോഷ്യൽ ആങ്സൈറ്റി. 3, ആ സമയത്ത് നാലാളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അതിനുള്ള കണ്ടന്റ് കിട്ടുമോ എന്നുള്ള പേടി. ഓക്കെ. 4, ലാംഗ്വേജ് ഇല്ല. ഇതൊക്കെ ആക്ച്വൽ റീസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റേജ് ഫിയർ, സോഷ്യൽ ആൻസൈറ്റി, ഇതൊക്കെ നാലാളുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. ചിലർ പറയാറുണ്ട് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ബട്ട് ചില സ്ഥലങ്ങളിലോ അത് ചില സിറ്റുവേഷൻസിലോ നമുക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു റീസൺ മാത്രമാണ് ഇൻട്രോവേർട്ടിസം. ഓക്കെ. അപ്പോൾ ഇവിടെ എപ്പോൾ നമ്മൾ ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുന്നോ അപ്പോഴാണ് നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഫോർ എക്സാമ്പിൾ, പേടിയുള്ളത്, സ്റ്റേജ് ഫിയർ ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്, എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം? നമുക്കൊരു കാര്യത്തെ പേടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും അത് ഓവർകം ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്ന് നമ്മുടെ ലൈഫ് അവസാനിക്കുന്നോ അന്നേ ആ പേടി അവസാനിക്കുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ ഫേസ് ചെയ്ത് നോക്കിയേ, നമ്മൾ അതിനെ ഓവർകം ചെയ്യും, വളരെ സിമ്പിളായിട്ട് ഓവർകം ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പേടികളുണ്ടല്ലോ, സ്റ്റേജ് ഫിയർ, സോഷ്യൽ ആൻസൈറ്റി. നിങ്ങൾ എന്നോ ഒരു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നോ അന്ന് നിങ്ങളുടെ ഈ സ്റ്റേജ് ഫിയർ മാറും, അന്ന് നിങ്ങളുടെ സോഷ്യൽ ആൻസൈറ്റി മാറും. ലൈഫ് ലോങ് നിങ്ങൾ ഇതേ പ്രശ്നവും പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കയറാതിരുന്നാൽ, നിങ്ങൾ ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് വിചാരിക്കാം. ചിലരുണ്ടാവില്ല, ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കും, വീട്ടിൽ സ്ക്രീമിങ്, they do that. അല്ലെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാത്തവരുണ്ട്. ബിക്കോസ് they are afraid of darkness. ഇരുട്ടിനെ പേടിയാണ്. ഇരുട്ടിനെ പേടിയുള്ള ഒരാൾ ശരിക്കും എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ഒന്ന് രാത്രി മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് പറ്റണം. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ റൂമിൽ ഒച്ച ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മളിതിനെ ഫേസ് ചെയ്യുക എന്ന് പറയുക. അനദർ സിറ്റുവേഷൻ, കുറേ പേരുണ്ടാവും നമുക്ക് ഈ പ്രേതപ്പടങ്ങൾ കാണാൻ പേടിയുള്ളവർ, ഹൂ ഈസ് എഫ്രെയ്ഡ് ഓഫ് വാച്ചിങ് ഹൊറർ മൂവീസ്. അങ്ങനെയുള്ളവർ
എന്ത് ചെയ്യണം? ഹൊറർ മൂവീസ് കാണുക തന്നെ വേണം. ലൈഫ് ലോങ് നിങ്ങൾ ഹൊറർ മൂവീസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേടി മാറില്ല. ഹൊറർ മൂവീസ് കാണണം. എപ്പോൾ കാണണം? നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കണ്ട് ശീലമാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ ഒക്കെ ഇരുന്ന് കാണാം. അല്ലെങ്കിൽ when it comes to an extent, like days go by, what you have to do is നിങ്ങൾ രാത്രി ഇരുന്ന് കാണണം. അത് നിങ്ങളുടെ റൂമിലിരുന്ന് കാണണം, വലിയ സ്ക്രീനിലിരുന്ന് കാണണം, ലൈറ്റ്സ് ഓഫ് ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് കാണണം. ഡു ഇറ്റ്, യു ആർ ഗോയിങ് ടു ഓവർകം ഇറ്റ്. എളുപ്പമാണ്. ചില കാര്യങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. I had a friend who did who was acrophobic. Acrophobia means fear of heights. ഹൈറ്റ് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളുടെ കൂടെയൊക്കെ മറ്റേ ഹൈക്കിങ്ങിന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വോണ്ട്, പൊക്കമുള്ള സ്ഥലങ്ങളിലേക്കൊന്നും കയറില്ല. ബട്ട് വൺസ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ കളിയാക്കലും കാര്യങ്ങളൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഹി കെയിം വിത്ത് അസ്. ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ കളിയാക്കിയൊന്നുമില്ല കേട്ടോ, കൂടുതലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. പക്ഷേ ഹി കെയിം വിത്ത് അസ് ടിൽ ദ ടോപ്പ് ഓഫ് ദാറ്റ് ക്ലിഫ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ വന്ന് നിന്ന് ആ ഒരു മൊമെൻറ്റിലുണ്ടല്ലോ, ഹീ സെഡ് ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ, പേടിച്ച് താഴെ ഇരിക്കുമായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ അതൊരു നഷ്ടമായെന്നുള്ളത്. ലൈഫിൽ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്, ധൈര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് വിത്ത് ദാറ്റ്, ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞോടുകൂടി, ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇതുവരെ അവൻ ഹൈറ്റ് പേടിയാണെന്ന് പറഞ്ഞ് താഴെ തന്നെ ഇരുന്നിട്ടില്ല. എപ്പോൾ ഞങ്ങൾ ഹൈക്കിങ്ങിന് പോയാലും കൂടെ കയറി വരും. ഇപ്പോൾ അവന് സിപ്പ് ലൈനൊക്കെ ആദ്യം തന്നെ സിപ്പ് ലൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി തുടങ്ങി. ബിക്കോസ് അത് കുറച്ച് ഹൈറ്റ് അല്ലേ ഉള്ളൂ, പിന്നെയും നമുക്ക് ഓവർകം ചെയ്യാൻ എളുപ്പം. പിന്നീട് he had in his feeling എപ്പോഴെങ്കിലുമൊക്കെ എനിക്കൊന്ന് ബഞ്ചി ജമ്പിങ് ചെയ്യണം, സ്കൈ ഡൈവിങ് ചെയ്യണം. where he went from, അവൻ ഏത് സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ഒരു ദിവസം, ആ ഒരു സമയത്ത് ഇവനത് ഫേസ് ചെയ്യാനുള്ള കറേജ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ലൈഫിൽ പല കാര്യങ്ങളും അവന് മിസ്സായേനെ. ഇതാണ് കോൺഫിഡൻസ്. ഓക്കെ, യു കറേജ് ടു ഡു സംതിങ്. ഒരിക്കലും ഒളിച്ചോടിയിട്ട് കാര്യമില്ല, എവിടെ എത്തില്ല. നമ്മൾ അതിനെ ഫേസ് ചെയ്യണം, ഓവർകം ചെയ്യാനായിട്ട് പറ്റണം. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, തിങ്ക് ഡിഫറെൻറ്റ്. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കാണുന്നത് അതാ. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നമ്മൾ മാറ്റുക ആദ്യം. നമുക്ക് ഇപ്പോൾ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഇന്ന കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു നെഗറ്റീവ് ഉണ്ടല്ലോ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ആ തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ആദ്യം എടുത്ത് കളയാം. ഓക്കെ, തിങ്ക് പോസിറ്റീവ്. നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, ഡു തിങ്കിങ് ആ തോട്ട് പ്രോസസ്സിൽ ചേഞ്ച് ഉണ്ടാവണം. ആ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൈൻഡ് സെറ്റും പോസിറ്റീവായിട്ടിരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, സോ ആ തോട്ട് പ്രോസസ്സിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണം. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, സെൽഫ് എസ്റ്റീം. നമ്മുടെ വേർത്ത് നമുക്ക് മനസ്സിലാവണം. പലയിടത്തും നമ്മൾ വേറെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു കമ്പയർ ചെയ്യുന്നൊരു പരിപാടിയാണ്. നമുക്ക് സ്ഥിരമുള്ളൊരു പരിപാടിയാണ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാം. ഓക്കെ, അവനത് ചെയ്താകുമ്പോൾ അവൻ എന്തൊരു കഴിവാണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊരു കഴിവാണ്, ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഞാനൊക്കെ ഇങ്ങനെ എന്തുട്ട് ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നിർത്താം. ഓക്കെ, സ്റ്റോപ്പ് കമ്പാരിസൺസ് വിത്ത് അതർ പീപ്പിൾ. നമ്മളുടെ ഒരു വർത്ത് ഉണ്ട്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ ബാക്കിയുള്ളവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. തേർഡ് പോയിന്റ് ഇസ് സ്റ്റാർട്ട് ഫ്രം സ്മോൾ തിങ്സ്. നാളെ വലിയൊരു ക്രൗഡിന്റെ ഫ്രണ്ടിൽ അഡ്രസ് ചെയ്യണമെങ്കിൽ വലിയൊരു ക്രൗഡിന്റെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് നിന്ന് പ്രാക്ടീസ് ചെയ്യല്ലേ വേണ്ടേ. ചെറിയ ക്രൗഡുകൾ, ചെറിയ ഗ്രൂപ്പുകൾ, അവരുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും. നാളെ അത് നിങ്ങൾക്ക് വലിയൊരു ക്രൗഡിന്റെ ഫ്രണ്ടിൽ ഫേസ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും. സ്റ്റാർട്ട് ഫ്രം സ്മോൾ തിങ്സ്. ചെറിയ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്തോളാം. അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൊറർ മൂവീസ് കാണുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രി ഇരുന്ന് സിനിമ കാണണമെന്നല്ല ഉദ്ദേശിച്ചത്. ചെറിയൊരു കാര്യം ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇരുന്ന് കാണാം. ഹൊറർ മൂവി കാണാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദെൻ ദ ഫോർത്ത് പോയിന്റ് ഇസ് എൻകറേജ് യുവർ സെൽഫ്. ഈ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളെ തന്നെ എൻകറേജ് ചെയ്യുക, ഗിഫ്റ്റ് ചെയ്യുക. ഓക്കെ, എൻജോയ് ദ ടൈം വിത്ത് യുവർ സെൽഫ്. അതിൽ നിങ്ങൾ ചെയ്യുന്ന ആ ചെറിയ കാര്യങ്ങൾ, അതിൽ പോലും നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്.
ഓക്കെ, ഇപ്പം നമ്മളുടെ ഇടയിലാണെങ്കിലും അതെ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്തു അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അവർക്ക് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. സെയിം തിങ്, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ആ അപ്രീസിയേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് അടുത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അപ്രീസിയേഷൻ, എൻകറേജ്മെൻറ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കാതെ സെൽഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. നമ്മൾ ഒരുപാട് ഹൈറ്റ്സിലേക്ക് നമ്മളത് കൊണ്ടുപോകും. ഓക്കെ, ദ ഫിഫ്ത്ത് പോയിന്റ് ഇസ് യു സ്പെൻഡ് ടൈം വിത്ത് ദ പീപ്പിൾ ഹു സപ്പോർട്ട് യു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് നല്ല മെൻറ്ററിങ് തരുന്ന ആൾക്കാർ, അവരുടെ കൂടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരാണ്. ആ സറൗണ്ടിങ്സ് ഡിസൈഡ് അവർ ക്യാരക്ടർ. അത് പലരും ചുമ്മാ തമാശക്കൊക്കെ പറയുന്നതാണെങ്കിലും അത് റിയാലിറ്റിയാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെയാണ്. അപ്പം നമ്മളുടെ ചുറ്റുമുള്ളവർ, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള, നമുക്ക് കുറച്ച് എൻകറേജ്മെൻറ്റ് തരുന്ന, നമ്മളെ വളർത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേര്, കുറച്ച് മെൻറ്റേഴ്സിൻ്റെ, കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ യുവർ കോൺഫിഡൻസ് വിൽ ബി ഇൻ ദാറ്റ് ലെവൽ. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തും. ഈ ഒരു 5 കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റിക്കളയുക, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ വർത്ത് നിങ്ങൾ മനസ്സിലാക്കി കമ്പാരിസൺസ് ഒക്കെ അവസാനിപ്പിക്കുക, ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് തുടങ്ങുക. ദെൻ എൻകറേജ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ എൻകറേജ് ചെയ്യുക. ആൻഡ് ഫൈനലി സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ ഹു വിൽ സപ്പോർട്ട് യു. ഇത്രയും ചെയ്താൽ മതി, നിങ്ങളുടെ കോൺഫിഡൻസ് തനിയെ ബൂസ്റ്റ് ആവും. സിമ്പിൾ കാര്യങ്ങളാണ്, ഇതൊന്നും വളരെ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ചെയ്ത് തുടങ്ങി ഒരു ലെവൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ലൈഫിൽ പറ്റും. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, വിൽ എൻഡ് വിത്ത് കോട്ടിങ് പ്രിയങ്ക ചോപ്ര. ആളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജിമ്മിൽ ഒക്കെ പോയി മസിൽ ഉണ്ടാക്കില്ലേ, ഏകദേശം അതേപോലെ തന്നെ ജിമ്മിൽ പോയി എങ്ങനെ മസിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിൽറ്റ് ബോഡി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കുറേ വർക്കൗട്ട് ചെയ്ത്, കുറേ എക്സസൈസ് ചെയ്ത്, കുറേ കാര്യങ്ങൾ ചെയ്ത്, ജിമ്മിലൊക്കെ പോയി കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു മസിൽ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും ഒരുപാട് മസിൽസ് സാധനങ്ങളൊന്നും വെച്ചിട്ടല്ലോ, അതൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. ബിക്കോസ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ഇൻബോൺ ടാലൻ്റ് അല്ല. ഇപ്പോൾ പാട്ട് പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ കുറേ ടാലൻസ് പോലെ ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഹെറിഡിറ്ററി ജെനറ്റിക്സിനെയൊക്കെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല കോൺഫിഡൻസ് പറഞ്ഞാൽ. കോൺഫിഡൻസ് എന്ന് പറയുന്നത് സെൽഫ് ടോട്ട് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. നമ്മളെ തന്നെ പഠിപ്പിച്ച് വലുതാക്കി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്കില്ലാണ് ആക്ച്വലി കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ജിമ്മിൽ പോയിട്ട് നമ്മുടെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്ന അതേപോലെ, ഒരു മസിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന അതേപോലെ നമുക്ക് നമ്മളിൽ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സെൽഫ് കോൺഫിഡൻസ്. അല്ലാണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയായിരുന്നു, അവർക്ക് കോൺഫിഡൻസ് ഇല്ല, അവരിങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ദ മെയിൻ റീസൺ ഇസ് അവർ സെൽസ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻബോൺ ടാലൻ്റ് ആണെന്ന് വിചാരിച്ചിരിക്കാതെ അതൊരു സെൽഫ് ടോട്ട് സ്കില്ലാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. യു ക്യാൻ ഈസിലി ബൂസ്റ്റ് അവർ കോൺഫിഡൻസ്. നമ്മൾ അതിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. യു ക്യാൻ ഈസിലി ബിൽഡ് അവർ കോൺഫിഡൻസ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ ആരുടെയും പെർമിഷൻ വേണ്ട. നിങ്ങൾക്ക് കൂട്ടുകാരുടെ പെർമിഷനോ, നാട്ടുകാരുടെ പെർമിഷനോ, വീട്ടുകാരുടെ പെർമിഷനോ ഒന്നും വേണ്ട. നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങൾ തന്നെ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കും. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, സോ സെൽഫ് ടോട്ട് സ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഡോണ്ട് ആസ്ക് ഫോർ പെർമിഷൻ, ഡോണ്ട് ലുക്ക് ഫോർ പെർമിഷൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ സെൽഫിഷ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് ഫോർ our growth. Audi Group of Institutions, the most trusted quality training provider.